ഈ ഇത് കേട്ടിട്ട് എന്നെ ഒന്ന് തിരുത്താൻ വന്നതാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ആ 2 കുട്ടികൾ ഇവിടെ നടുവോട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങള് പെർമിറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കൊടുത്തോണ്ടേ. അപ്പോ അവര് ഞാൻ എന്ത് കാണിച്ചു കൊടുത്തതും പറഞ്ഞിട്ട് ഓല് പറയും ഖുർആൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഖുർആനെക്കാട്ടി വലിയ ആളാണോ? ഞാൻ പറയും ഖുർആൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നീ കണ്ടിക്കണോ അറിഞ്ഞിക്കണോ? ആ അള്ളാഹുവിന്റെ കലാമാ. ഞാൻ പറഞ്ഞ അല്ല, ഏത് അള്ളാഹുവിന്റെ കലാമാണ് ഇതെന്ന് വെച്ച്. അള്ളാഹുവിന്റെ ഏത് അള്ളാഹുവിന്റെ അറിയില്ല. ഞാൻ പറയും റസൂൽ അള്ളാഹുവിന്റെ കലാമാണ് ഇത് ഖുർആൻ. റസൂൽ അല്ലല്ലേ പറഞ്ഞേ, അതല്ല ഖുർആൻ. റസൂൽ അള്ളാഹ് ഖുർആൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഖുർആൻ. ആണോ? ആ അതാണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരിക്കലും രൂപമില്ല. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അദൃശ്യനായ അള്ളാഹു ദൃശ്യമായി സകലമാനമായി നിലകൊള്ളുന്ന ദൃഷ്ടാന്തമാണ് ഖുർആൻ. അതാണ് അശ്ഹദു അൻ ലാ ഇലാഹും ഇല്ലല്ലാഹി വന്ന റസൂൽ അല്ലാഹ്. ആ ഖുർആൻ മൊഴിഞ്ഞതാണ്, റസൂലുള്ളയാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്നാണ് മുഹമ്മദ് റസൂലുള്ളയാണ് ഖുർആൻ. നിങ്ങൾ ഈ ഖുർആൻ അല്ല എന്ന് പറഞ്ഞു. അതെല്ലാം പടി പ്രശ്നം. ഒരു സ്വീകരിക്കില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ഒരുപാട് ഞാൻ പറയും നിങ്ങളെ സ്വീകരിപ്പിക്കലല്ല എൻ്റെ പണി, നിങ്ങൾ എന്നെ മാറ്റം വരുത്താനാണ് വന്നത്. ഞാൻ ഉള്ള നിലപാടുകളും യാഥാർത്ഥ്യമാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. സ്വീകരിക്കണ്ട, നിങ്ങൾ സ്വീകരിപ്പിക്കൽ എൻ്റെ പണിയല്ല, വിശ്വസിപ്പിക്കലല്ല എൻ്റെ പണി. കണ്ടറിഞ്ഞ ബോധ്യമായി ആ യാഥാർത്ഥ്യമായി തീരാണ് വേണ്ടത്, ആരെയും വിശ്വസിപ്പിക്കലല്ല. അപ്പം അങ്ങനെ കുറേ സംശയം ഒലി പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഇത് എവിടെ എത്തൂല, തീരൂല, നിങ്ങളൊന്ന് ചിന്തിക്കുന്നു പറഞ്ഞോട്. നമ്മളും ചിന്തിക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞങ്ങനെ. പിന്നെ ഈ ഖുർആൻ പടി കൊണ്ടുപോയി തന്ന തന്നെ ഞാൻ ഏകാന്തവാസത്തിൽ ആയിരിക്കുന്ന മുമ്പുള്ള പരിചയക്കാരൻ വന്ന് കാണാൻ വന്ന, കാണുന്നില്ല എവിടെ വെച്ചിട്ട് അന്വേഷിച്ച് വന്നതാണ്. കണ്ടന്ന് ഞാൻ മുകളിൽ ഏകാന്തവാസത്തിലാണ്. അപ്പം അദ്ദേഹം വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ആൾ വരുമ്പോൾ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന, ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയാണ് പറയാം സംസാരിക്കാൻ. അപ്പം നിങ്ങൾ ഭയങ്കര അബദ്ധത്തിലാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് പറ്റി? ഓ മുജാഹിദാണ്, അല്ല മുജാഹിദ, എന്ത് പറ്റി? നിങ്ങൾ ഖുർആൻ പഠിക്കാത്തതിൻ്റെ ദോഷമെന്ന് പറഞ്ഞു. ഞാൻ ഖുർആൻ കൊണ്ടുപോയി തെറ്റെന്ന് ചോദിച്ചു, വായിക്കുക. ഞാൻ പറയാം വായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മാനും മൗലവിൻ്റെത് 4 വള്ളിയുള്ള ഓൻ കൊണ്ടു തന്നത് അന്ന്. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഖുർആൻ ഒന്ന് എനിക്ക് വേണമെന്ന്. എത്ര പൈസ? 1000 ചില ഉറുപ്പ്യ എന്ന് പറഞ്ഞു. ഞാൻ പൈസ ഇട്ട് കൊടുത്തു, ഒന്ന് വേറെ വാങ്ങിക്കൊടുത്തു. ഓൻ്റെ കൊണ്ടേ വേറെ പുതിയത് വാങ്ങിക്കൊടുന്നാണ്. സത്യമാണ്, ഞാൻ കണ്ട് അറിഞ്ഞ് അനുഭവിക്കുന്നതെല്ലാം അതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ പറഞ്ഞത്. എനിക്കറിയില്ല, ഖുർആൻ അറിയില്ല. ഇത് വായിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചില്ല. അത് ഖുർആൻ വായിച്ചെടുത്തിട്ട് നോട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് പ്രധാനമായ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുത്തിട്ട് ആളുകൾ വരുമ്പോൾ ഞാൻ കാണുന്നതല്ലേ പറയുന്നത്. മുസ്ലിമുകൾ പഠിച്ചു വന്നവർ ആ അറബി ഖുർആനും കൂടെ പറഞ്ഞു തരില്ലേ? അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല, ഞാൻ അറബി പഠിച്ചിട്ടില്ലല്ലോ. ഞാനിതാ ഖുർആൻ എന്താ മലയാളത്തിൽ എന്താ എനിക്ക് മലയാളം എഴുതി വെച്ച് സൂറത്ത് നിസാ, അതുപോലെ ഓരോ സൂറത്തും ആലു ഇമ്രാൻ 3, നിസാ 4 എഴുതി വെച്ച് അതിലെ വാക്യങ്ങളെല്ലാം ഇവിടെ പ്രധാനമായിട്ടുള്ള എല്ലാം എഴുതിയില്ല, പ്രധാനമായിട്ടുള്ള എല്ലാം എഴുതി വെച്ച് ഇത് ഞാൻ ഒരു അറബി പറയുമ്പോൾ ഞാൻ മലയാളത്തിലെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഖുർആൻ കാണിച്ചു കൊടുക്കല പണി. അപ്പം ഞാൻ ആ ഖുർആൻ കൊണ്ടുവന്ന് ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് പറ്റുമോ? ഈ അറബി വിശ്വാസികളോട് പറയാൻ പറ്റില്ല. നിങ്ങളെന്തോല്ലോ നിങ്ങൾ അദ്വൈതമാണ്, നിങ്ങൾ മറ്റേയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വരാന്ന്. ഇപ്പോൾ അങ്ങനെ പ്രശ്നമില്ല, ഖുർആൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല ഇപ്പൊ നിങ്ങൾ കള്ളു കുടിച്ചാണ്, കഞ്ചാവ് കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. ഞാൻ സ്മോക്കും ഇല്ല, ഒന്നും. ഒരു കട്ടൻ ചായ മുമ്പ് കുടിച്ചിരുന്നു, ഇപ്പോൾ കട്ടൻ ചായയും കുടിക്കില്ല, ഇപ്പോൾ പച്ചവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പം ആളുകൾ അവരോട് സ്വഭാവം പിടിച്ച് പറയാ, നമ്മളെ കുറ്റമല്ലല്ലോ അത്. കുട്ടികൾ വന്നിട്ട് ഞാനിങ്ങനെ ഇത് കാണിച്ചു കൊടുക്കുമല്ലോ. നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ. ഞാൻ പറയും നിങ്ങളെ പോലത്തെ ആൾക്കാർ വരുമ്പോൾ
ഞാൻ കാണുന്നത് അറബിയിൽ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ്. ഇതാ നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചത്. എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. റസൂള്ള എല്ലാം അള്ളാഹു കാണിച്ചും അറിയിച്ചും അനുഭവിച്ചു കൊടുത്ത് എന്നെ പോലെ ഇബ്രാഹിം നബിക്കും റസൂള്ളാക്കും എനിക്കും മുഹീദിനെല്ലാം കാണിച്ചു തന്നു. ഇത് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ല അറബി പഠിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ ആ കണ്ടതാണ് ഖുർആനിൽ നോക്കിയപ്പോൾ കാണുന്നത്, പറയുന്നത് റസൂള്ള പറഞ്ഞത് ആ യഥാർത്ഥമാണ്. അതാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത്, ഖുർആൻ പഠിച്ചിട്ടല്ല എന്ന് പറഞ്ഞ അവരോട്. അങ്ങനെ ലാസ്റ്റ് അവർ നിങ്ങൾ ചിന്തിക്ക് എന്നോട്ടിട്ട് പോയി. നമ്മൾ ചിന്തിച്ച് അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് വിഷയം.